സഹോദരന്മാരെ സംബന്ധിച്ച് നിങ്ങളെ വിവിധ മത്സര പരിപാടികളുടെ ഇടയിലാണ് ഞങ്ങളൊക്കെ വരുന്നത് എന്നത് നിങ്ങൾക്ക് അനവസരമുണ്ടാകും. സ്വാഭാവികമായും വിവിധ മത്സര പരിപാടികൾ, അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപനം, ഇതൊക്കെ നടക്കുന്നതിനിടയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഒരു തുടർച്ചയിൽ തടസ്സം വരും. അതുകൊണ്ട് കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. രാവിലെ മുതൽ പരിപാടികൾ ആരംഭിച്ചുവെന്നാണ് അറിയുന്നത്. സ്നേഹതീരം എന്ന കൂട്ടായ്മ കണ്ണൂർ സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട കൂട്ടായ്മയായി, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒത്തുകൂടുന്ന ഒരു കൂട്ടായ്മയായി. സ്നേഹതീരം എന്ന പേര് തന്നെ സ്നേഹിക്കാൻ മാത്രമുള്ള തീരത്ത് നിൽക്കുന്നവരെന്നാണ്. നിങ്ങൾ വെറുക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. സ്നേഹത്തിന് പകരം വെറുപ്പ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ചിലരുണ്ട്. വെറുക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവർ. വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രം അപകടകരമാണ്. ഏത് ജാതിയിലും മതത്തിലും പെട്ടവരായാലും പരസ്പര സ്നേഹവും ബഹുമാനവും വിശ്വാസവും, ഇതാണ് പ്രധാനം. പൗരത്വ ഭേദഗതി നിയമം യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന മനസ്സുകളെ നൊമ്പരപ്പെടുത്തുമ്പോൾ ആ നിയമത്തിൻ്റെ നിയമപരമായ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ എന്നതിനപ്പുറം സ്നേഹിക്കാൻ അറിയുന്നവരെ നൊമ്പരപ്പെടുത്താൻ ഒരിക്കലും പാടില്ല. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നമുക്ക് പ്രദാനം ചെയ്യുന്ന അടിസ്ഥാന പ്രമാണങ്ങൾക്കെതിരാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട രാജ്യസഭാ അംഗം ഡോക്ടർ വി ശിവദാസൻ MP പൗരത്വ ഭേദഗതി നിയമം സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പാർലമെന്റിൽ നിരവധി തവണ ശബ്ദിച്ചയാളാണ്. പക്ഷെ അന്ന് ലോകസഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അന്ന് ആ ബില്ലിനെതിരായി മലയാളികളുടെ കൂട്ടത്തിൽ പറയാൻ ഒരൊറ്റയാളെ ലോകസഭയിലുണ്ടായിരുന്നു. അത് ആലപ്പുഴക്കാരൻ ആരിഫാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കാൻ വേണ്ടി തന്റെ ചങ്കിലുള്ള ചോര മുഴുവൻ തീർന്നാൽ, ചങ്കിൽ ചോര തീർന്നാൽ പിന്നെ എന്താ സംഭവിക്കുക? മരണം. ആരിഫ് പറഞ്ഞത് ചങ്കിലെ ചോര തീർന്നാലും ഞാൻ ശബ്ദിക്കുന്നു. അതിന്റെ ആ നിശ്ചിതാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. മലയാളികളായ മറ്റ് MP-മാർ അന്ന് ഇതിനെക്കുറിച്ച് ശബ്ദിച്ചില്ല എന്നതാണ് നമ്മെ നൊമ്പരപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. കേരളത്തിലെ സർക്കാർ ആദ്യമായി ഈ നിയമത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. സുപ്രീം കോടതിയിൽ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമായ ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന വ്യവസ്ഥ ലംഘിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രമേയം പാസാക്കിയത്, ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തതുമായ ഒരേ ഒരു സർക്കാരാണ് കേരള സർക്കാർ. അതോടൊപ്പം മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറയുന്നു. ആ നിശ്ചയദാർഢ്യം യഥാർത്ഥത്തിൽ നമുക്ക് ആത്മവിശ്വാസം പകരുന്നു. അന്നതിന് പരിഹസിക്കപ്പെടുന്നു. പാർലമെന്റ് പാസാക്കിയ നിയമം നടപ്പാക്കാതിരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രം പറഞ്ഞാൽ പറ്റും. പക്ഷെ ഇന്ന് കേരളം ഒറ്റക്കല്ല. DMK ഭരിക്കുന്ന തമിഴ്നാട്,
തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ബംഗാൾ, ഈ രണ്ട് സംസ്ഥാനങ്ങൾ കൂടി കേരളത്തോടൊപ്പം ചേർന്നു. അപ്പോ പിണറായി വിജയൻ മാത്രമല്ല, ചിലർ പരിഹാസ വാക്കുകൾ കൊണ്ട് നേരിട്ട ആ പിണറായി വിജയനോടൊപ്പം മറ്റ് രണ്ട് മുഖ്യമന്ത്രിമാർ കൂടി MK സ്റ്റാലിൻ, മമതാ ബാനർജിയും കൂടി വന്നു. അക്കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച ചിലർ വന്നില്ല. അത് കർണാടകയും തെലുങ്കാനയും ഹിമാചൽ പ്രദേശുമാണ്. ആ 3 സംസ്ഥാനങ്ങൾ കൂടി ഇതിന്റെ കൂടെ ചേർന്ന് ഞങ്ങളിത് നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട, പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിലായ. കാരണം എന്താ അറിയാം, ഒരിക്കലും മനുഷ്യന് വേണ്ടാത്ത നിയമം പാർലമെന്റ് പാസ്സാക്കാൻ പാടില്ല. ആ നിയമത്തിന്റെ ഭരണഘടനാ വ്യവസ്ഥയുടെ ലംഘനത്തെ കുറിച്ച് പറയുന്ന അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ഞാൻ ഈ സിറ്റിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു രാത്രി മാർച്ച്, അല്ലേ, നൈറ്റ് മാർച്ച്, ഇംഗ്ലീഷും മലയാളവും ചേർന്ന് പറയാൻ പാടില്ല. അപ്പൊ നൈറ്റ് മാർച്ച്, ആ നൈറ്റ് മാർച്ചിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു ഇപ്പൊ ഞങ്ങളൊക്കെ ആ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നത് അതുകൊണ്ടാണ്. നൈറ്റ് മാർച്ചിൽ ഞാനിവിടെ വന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. ചില മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങൾ സംരക്ഷിക്കണം. ആ നൈറ്റ് മാർച്ചിൽ ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഞങ്ങളൊക്കെ ഇടതുപക്ഷത്ത് നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിജയിപ്പിച്ചാൽ, പാർലമെന്റിൽ എത്തിയാൽ, ഞങ്ങളുടെ ജീവൻ അവസാനിക്കുന്നതുവരെ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഇവിടെ മരിക്കുന്നതുവരെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിനെതിരായ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പോലും അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കമുണ്ടാകും എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മരിച്ചാൽ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പാക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഏതായാലും ഞങ്ങൾ പച്ച കണ്ടാൽ അവിടുന്ന് പച്ച എടുക്കുന്നവരെ ആട്ടി അകറ്റി, മനസ്സിലായോ? പച്ചയുണ്ട്,
ഇപ്പൊ മുമ്പിൽ. പച്ച കണ്ടു എന്നതുകൊണ്ട് പച്ചയെ ആട്ടി അകറ്റുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളുണ്ടാവില്ല. എന്നാൽ പച്ച പ്രകൃതിയാണ്. ഇതാ തൊട്ടപ്പുറം പച്ച പ്രകൃതിയുടെ ഭാഗമാണ്. പച്ച നിറത്തെ പ്രകൃതിയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കേണ്ടതാണ്. അപ്പൊ അത് നമ്മൾ കാണണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു തലമുറയായി ഈ തലമുറയെയും വരും തലമുറയെയും മാറ്റുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.